ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ളൊരു കോൺസെപ്റ്റും അതുപോലെ തന്നെ ഇന്നലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളൊരു കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടുഡേ നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഉള്ളത്. അതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ ഉള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഓക്കെ, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യയിലെ എവല്യൂഷൻ, അതുപോലെ തന്നെ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ചില എവല്യൂഷൻസ്. ഓക്കെ, സെറ്റ് ഓഫ് എവല്യൂഷൻസ്. ഈ രണ്ടെണ്ണമാണ് കാര്യമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഞാൻ ചിലപ്പോൾ നമ്മൾ മാത്സും ഡാറ്റയും ലോജിക്കലും എടുക്കുമ്പോൾ നമ്മൾ പറയും ഏറ്റവും കുറച്ച് കൂടുതൽ ആളുകൾക്ക് ടഫായിട്ട് വരുന്ന ടോപ്പിക് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അതിലെ മാർക്കുകൾ സ്കോർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന പോലെ ഇന്ന് പറയാൻ പോകുന്ന ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ആക്റ്റുകൾ, കുറച്ച് കമ്മീഷൻസ്, ആ കമ്മീഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പോലെയുള്ള സംഭവങ്ങളാണ്. ഓക്കെ, സംഭവമാണ്. സോ ഇറ്റ് സീംസ് എ ബിറ്റ് ബോറിങ് ഇൻ ദ ഇനീഷ്യൽ ആസ്പെക്ട്. പക്ഷേ നമ്മളത് മൾട്ടിപ്പിൾ ടൈം നമ്മളത് റിവൈസ് ചെയ്യും, മൾട്ടിപ്പിൾ ടൈം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കും, വീണ്ടും റിവൈസ് ചെയ്യും, വീണ്ടും പഠിക്കും. സോ ബൈ ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി ഓക്കെ. ഓക്കെ, ബൈ ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി ഓക്കെ. ഇതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. രണ്ടാമത്തത് പറയാനുള്ളത്, നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പോലെ നമ്മൾ വീണ്ടും PYQ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പച്ചലോ മനസ്സ് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഇന്നലെ ആദ്യം തന്നെ സാറ് പറയണമായിരുന്നു, എന്നാൽ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം ഓക്കെ, ഇന്ന് ആ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ആദ്യം തൊട്ടിട്ട് തന്നെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, കുറച്ച് ആക്റ്റുകളാണ്, അതിൻ്റെ നമ്പേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയും, നിങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ തോന്നും ഇത് ബോറാണ് ബോറാണ് ബോറാണ്, ഇത് ഓരോ പോയിന്റ് ഇങ്ങനെ പറയാൻ പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് എല്ലാവർക്കും ബോറാണ്. ഞാൻ മാത്രം ഇത് ശ്രദ്ധിച്ച് പഠിച്ചാൽ എനിക്ക് കുറച്ച് എക്സ്ട്രാ 1-2 മാർക്ക് കൂടെ വെച്ചിട്ട് എനിക്ക് JRF കിട്ടും. സോ നമുക്ക് JRFന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അത്രയ്ക്ക് മൾട്ടിപ്പിൾ ടൈം ദീസ് കോൺസെപ്റ്റ്സ് വിൽ ബി വാട്ട് വി ക്യാൻ സേ ഡിസ്കസ്ഡ്. ഓക്കെ, അത്രയ്ക്ക് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സിലബസിൽ കാണാൻ സാധിക്കില്ല. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളത് സിലബസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സിലബസിൽ ഉണ്ടാവുക എവല്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുള്ളതായിരിക്കും. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുള്ളതായിരിക്കും. സിലബസിൽ അങ്ങനെ ഒരു സംഭവമല്ല, പക്ഷേ എക്സാമിന് പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ടോപ്പിക്കിൽ നിന്ന് റീസെൻ്റ്ലി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. Exactly, this is not explicitly mentioned in the syllabus, but being asked. Okay. അപ്പം എവല്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യയിലെ കുറച്ച് എവല്യൂഷൻ പറഞ്ഞു, ആൻഷ്യൻ്റ് ഇന്ത്യയിലെ കുറച്ചു എന്താ പറയുക യൂണിവേഴ്സിറ്റികൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെത്തി ഏത് കാലത്തിലാണ്, ഏതൊക്കെ ആസ്പെക്റ്റിലാണ് ഇത് വാട്ട് വി ക്യാൻ സേ ഇത് ഇവോൾവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ വൈസ്രോയിമാരുടെ കാലത്താണ് അതിൻ്റെ ആക്ട് വന്നിട്ടുള്ളത് പോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാവുക. സോ അതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് ആയിട്ട് പറയാനുള്ളത് മക്യുലെ മിനിറ്റ്സ് എന്ന് പറയുന്ന മക്കാലൈ യുടെ മിനിറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സജഷൻസ് ആണ് ആദ്യമായിട്ട് തന്നെ പറയുന്നത്. മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് കുറേ കമ്മീഷൻസും കമ്മിറ്റീസുമാണ്. ഈ കമ്മീഷൻ്റെയും കമ്മിറ്റീസിൻ്റെയും ഒക്കെ റെക്കമെൻഡേഷൻ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ പോലെ കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേജുകളുണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ പഠിക്കുക എന്ന് ചോദിച്ചാൽ, ഇതുവരെ എക്സാമിന് വന്ന എല്ലാ പോയിന്റ്സും അതുപോലെ കീ ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ സാധാരണ ഒരു 90% അത് ബേസ്ഡ് ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. മറ്റേ നമുക്ക് ഓരോ മിനിറ്റ്സിൻ്റെയും ഓരോ കമ്മീഷൻ്റെയും ഓരോ ആക്ടിൻ്റെയും കംപ്ലീറ്റ് പോയിന്റുകൾ നമ്മൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ നെവർ എന്താ പറയുക, അതൊരിക്കലും കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, അതൊരിക്കലും കംപ്ലീറ്റ് ആവില്ല.
എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ സെഷൻ എടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട്, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് PYQ ചോദിക്കുന്ന സമയത്ത് അപൂർവമായിട്ട് ചിലപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ പെടാത്ത ചില പോയിന്റുകൾ വന്നേക്കാം. അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഫർദർ നമ്മളെ പഠനം അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയാണ് അത് ഉണ്ടാവട്ടോ. ഓക്കെ, സോ മെക്കാലെ മിനിറ്റ്സ് ബേസിക്കലി പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ പല സമയത്തായിട്ട് കേട്ടിട്ടുള്ളതായിരിക്കാം ചിലപ്പം, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആവണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്ട്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് സയൻസ്, ഓക്കെ, അതുപോലെ തന്നെ വെസ്റ്റേൺ ലിറ്ററേച്ചറൊക്കെ പഠിപ്പിക്കണം. ഇന്ത്യൻ ട്രഡീഷണൽ ലേണിംഗ് എന്ന് പറയുന്ന വളരെ പൂറാണ്. ഇങ്ങനെയുള്ളൊരു അഭിപ്രായമുള്ള ചങ്ങായി ആയിരുന്നു ഈ ചങ്ങായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ വെസ്റ്റേൺ ലിറ്ററേച്ചർ, വെസ്റ്റേൺ അല്ലെങ്കിൽ ഗ്ലോബൽ വേൾഡ് സയൻസ് ഒക്കെ പഠിപ്പിക്കണം പോലെയുള്ള സജഷൻസ് ആദ്യമായിട്ട് അതിൻ്റെ റെക്കമെൻഡേഷനുമായി വന്നിട്ടുള്ളത് മെക്കാലെയാണ്. മെക്കാലെയാണ് അതിൻ്റെ റെക്കമെൻഡേഷനുമായി വന്നിട്ടുള്ളത്. ദെൻ മൂവിങ് ടു അടുത്ത. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ക്രൊണോണിക്കൽ ഓർഡർ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്ലിയർ ആവും. നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. സോ ബേസിക്കലി 80:35 വി ഹാവ് മെക്കാലെ മിനിറ്റ്സ്. ദെൻ വി ഹാവ് 80:54 നമുക്ക് ഫേമസ് ആയിട്ടുള്ള വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. ഫേമസ് ആയിട്ടുള്ള വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഒരു സംഭവം 80:54 അതിനെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. വുഡ്സ് ഡിസ്പാച്ച് എന്നുള്ളത്. വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പ്രൈമറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് സജഷൻസ് വരുന്നുണ്ട്. വെർനാക്കുലർ ലാംഗ്വേജുകളെ പ്രൊമോട്ട് ചെയ്യപ്പെടണം. മെക്കാലെ മിനിറ്റ്സിൽ ഇംഗ്ലീഷിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വുഡ്സ് ഡിസ്പാച്ച് വരുമ്പോൾ വെർനാക്കുലർ ലാംഗ്വേജുകളെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒരു ഗവൺമെൻറ് സ്കൂളെങ്കിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും വേണമെന്ന് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വൺ ഗവൺമെൻറ് സ്കൂൾ ഷുഡ് ബി ദർ ഇൻ എവറി ഡിസ്ട്രിക്ട് എന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഒരു സിസ്റ്റം വേണം, ഒരു സിസ്റ്റമിക് മെത്തേഡ് വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വുഡ്സ് ഡിസ്പാച്ചിൻ്റെ സജഷനായിട്ടാണ് ഇന്ത്യയിൽ വലിയ സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇൻ ബോംബെ, മദ്രാസ് ആൻഡ് കൽക്കട്ട ഇൻ ദ മോഡൽ ഓഫ് ലണ്ടൻ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ആദ്യത്തെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ട് വലിയ യൂണിവേഴ്സിറ്റികൾ വരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ടയാണ്. അത് ഈ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഒരു റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അത് പറയുന്നത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മോഡലിലാണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മോഡലിലാണ് ഇത് പറയുന്നത്. ദെൻ ഹയർ എഡ്യൂക്കേഷനിലും ഒരു സിസ്റ്റമിക് മെത്തേഡ് വേണമെന്നുള്ള ഒരു ആസ്പെക്റ്റ് അതിൽ പറയുന്നുണ്ട്. ദെൻ വി ഹാവ് വുമൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓൾ ലെവൽ വുമൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഒരു ഹൈറാർക്കി സെറ്റപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് എത്തുമ്പം ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആവണമെന്ന് പറയുന്നുണ്ട്. വെർനാക്കുലർ ലാംഗ്വേജുകൾ ഇനീഷ്യലി പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ പ്രൊമോഷൻ പറയുന്നത് പ്രൈമറി ലെവലുകളിലാണ്. അങ്ങനെയൊക്കെ തന്നെ ചോദിക്കുക. വെർനാക്കുലർ ഓഫ് ലാംഗ്വേജുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് പ്രൈമറി ലെവലിലാണ് എന്നുള്ളതും ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് എത്തുമ്പം പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് ഇംഗ്ലീഷ് ആണ് എന്നും പറയുന്നുണ്ട്. എല്ലാ ലെവലിലും ടീച്ചേഴ്സ് ട്രെയിനിങ്ങും വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വുഡ്സ് ഡിസ്പാച്ച് എല്ലാ ലെവലുകളിലും ടീച്ചേഴ്സ് ട്രെയിനിങ്ങും പ്രൊമോട്ട് ചെയ്യണം, ടീച്ചേഴ്സ് ട്രെയിനിങ്ങും വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് ബേസിക്കലി പറയുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്തത് 80:57 ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ 80:54 ഇതാണ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലാതെ അത് ഉണ്ടാക്കിയത് എന്നുള്ളതല്ല. റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്പാച്ചിൻ്റെ ഔട്ട്കം ആണെന്നുള്ളതേ ഉള്ളൂ. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 80:57 ലേറ്റസ്റ്റ് പിന്നീടാണ്. നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വി ഹാവ് ഹണ്ടർ കമ്മീഷൻ. അങ്ങനെ വുഡ്സ് ഡിസ്പാച്ച് കഴിഞ്ഞു. 80-82 ഹണ്ടർ കമ്മീഷൻ വന്നു. ഹണ്ടർ കമ്മീഷൻ്റെ പ്രത്യേകത വില്യം ഹണ്ടർ ആണ്. ലോർഡ് റിപ്പൺ ആണ് വില്യം ഹണ്ടറിൻ്റെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ സജഷൻസ് ഉണ്ട്. ഗവൺമെൻറ് ജോബുകളിൽ ലോവർ ലെവലിൽ പ്രിഫറൻസ് കൊടുക്കണം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ബാക്ക്വാർഡ് ഡിസ്ട്രിക്റ്റിൽ പ്രൈമറി സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ മാനേജ്മെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാക്കണം. അതുപോലെ തന്നെ പ്രൈവറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് പ്രൈവറ്റ് പാർട്ടീസ് ഉപയോഗിച്ചിട്ട് സെക്കൻഡറി സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കണം.
സെക്കൻഡറി സ്കൂൾ കരിക്കുലം റിവൈസ് ചെയ്യണം, മിഷനറി സ്കൂളുകൾ ഡിസ്കറേജ് ചെയ്യണം. ഓക്കെ, ഡിസ്കറേജ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ് കോളേജുകൾക്ക് ഫണ്ടിങ് കൊടുക്കണം ബേസ്ഡ് ഓൺ സ്റ്റാഫ് സ്ട്രെങ്ത്, മെയിൻ്റനൻസ് എക്സ്പെൻസ് ആൻഡ് സോ. ഓക്കെ, കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫണ്ടുകൾ ഗവൺമെൻറ് കൊടുക്കണം. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി ഗവൺമെൻറ് ഷുഡ് ലീവ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ടു ഇന്ത്യൻസ്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ്റെ മാനേജ്മെൻറ്റ് ഇന്ത്യൻസിന് വിട്ടുകൊടുക്കണം. ഡിമാൻഡ് ആവശ്യമുള്ളിടത്ത് മാത്രം കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ഓക്കെ, കോളേജുകൾക്കുള്ള ഗ്രാൻഡ് ഗവൺമെൻറ് കോളേജുകൾക്ക് മാത്രമല്ല, ഓക്കെ, നോൺ ഗവൺമെൻറ് കോളേജുകൾക്കും കൊടുക്കണം. സോ ദിസ് ഈസ് എ ലോട്ട് ഓഫ് സജഷൻസ് ആണുള്ളത്. ഓക്കെ, അതായത് ഗവൺമെൻറ് ജോബിൽ ലിറ്ററേറ്റ് കാൻഡിഡേറ്റ്സിന് പ്രയോറിറ്റി കൊടുക്കണം, പ്രൈമറി സ്കൂളുകൾ ബാക്ക്വാർഡ് ഡിസ്ട്രിക്റ്റിലേക്ക് പോകണം. ഓക്കെ, അതുപോലെ തന്നെ ബേസിക്കലി പ്രൈമറി എഡ്യൂക്കേഷൻ ഒക്കെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ടിൻ്റെ കീഴിൽ കൊണ്ടുവരണം. ഗവൺമെൻറ് ഫണ്ടുകൾ കൊടുക്കണം. പ്രൈവറ്റ് പാർട്ടീസിനെ ഉപയോഗിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതിനും ഗവൺമെൻറ് ഫണ്ടുകൾ കൊടുക്കണം. സ്കൂൾ കരിക്കുലം റിവൈസ് ചെയ്യണം. മിഷനറി സ്കൂളുകൾ ഡിസ്കറേജ് ചെയ്യപ്പെടണം. ഓക്കെ, ദെൻ കോളേജുകൾക്ക് ഫണ്ടിങ് കൊടുക്കുന്ന ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ് കോളേജുകൾക്കെല്ലാം കൊടുക്കണം. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമാണ് കോളേജുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻ ഹണ്ടർ കമ്മീഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങളെല്ലാം അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ദ സെയിം തിങ് വിൽ ബി ഗിവൺ ടു യു. മൊത്തം ഒരു ഹയർ എഡ്യൂക്കേഷൻ ക്ലാസ് ബന്ധത്തോടുകൂടി ഏകദേശം തീർന്നാൽ ഓക്കെ, അതിന് വേണ്ടിയിട്ടാണുള്ളത്. സോ അപ്പം അങ്ങനെ എഴുതിയിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട, നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങൾ എഴുതിയിരിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര സ്പീഡായിട്ട് തോന്നും. കാരണം ഇനിയും ഇങ്ങനത്തെ കുറേ പോയിന്റുകളാണ് ഉള്ളത്. അടുത്ത ആക്ടും പിറ്റത്തെ ആക്ടും ഒക്കെ പോയിന്റാണ് ഉള്ളത്. എല്ലാം നിങ്ങൾക്ക് ഭയങ്കര സ്പീഡായിട്ട് തോന്നും. സ്പീഡ് ഞാൻ കുറക്കാം. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ ഇങ്ങനെ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കീഴിലാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോളേജുകൾക്ക് സ്ട്രെങ്ത്തിനനുസരിച്ച് ഫണ്ട് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യക്കാരുടെ അടുത്ത് തന്നെ ലീവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ലെവലിൽ നിങ്ങളിത് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. പോയിന്റ് ചെയ്ത് വെച്ചാൽ ഇനിയുള്ളതെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ കുറേ പോയിന്റുകൾ സംഭവങ്ങൾ എന്നുള്ളതാണ്. പിന്നെ യു വിൽ ഗെറ്റ് ദ തിങ് ഓൾസോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇന്ത്യക്കാർക്ക് തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഉള്ളത്. ഓക്കെ, സോ അത് രണ്ടാമത്തെ ഒരു ആസ്പെക്ട്, ഇത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. രണ്ട്, ഗവൺമെൻറ് ഫണ്ട് കൊടുക്കണം. അത് പ്രൈവറ്റ് പാർട്ടീസിനും കൊടുക്കണം, നോൺ ഗവൺമെൻറ് ബോഡീസിനും കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് മിഷനറി സ്കൂളുകളുടെ ഡിസ്കറേജ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കീ പോയിന്റുകൾ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം കോളേജുകൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട്. അടുത്ത കമ്മീഷനാണ്. ഓക്കെ, അടുത്ത കമ്മീഷനാണ് വി ഹാവ് ദ റിലീ കമ്മീഷൻ. ഓക്കെ, റിലീ കമ്മീഷൻ. റിലീ കമ്മീഷൻ ബേസിക്കലി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ഫ്യൂച്ചർ. ഓക്കെ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പഠനം നടത്തി സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലീ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈ റിലീ കമ്മീഷൻ 1902 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന റിലീ കമ്മീഷനെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ റിലീ കമ്മീഷനെ തന്നെയാണ് റിലീ കമ്മീഷനെ തന്നെയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് റിലീ കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, റിലീസ് കമ്മീഷൻ തന്നെയാണ്. ദിസ് ഈസ് ഇറ്റ്. അപ്പം ആ റിലീ കമ്മീഷൻ ഓർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ 1902 എന്നുള്ളതാണ് ഇവിടെ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. ദെൻ മിഷനറി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സഭയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ എന്ന് പറയല്ലോ. ഇനീഷ്യലി ഇന്ത്യയിലൊക്കെ വന്നിരുന്നത് ക്രിസ്ത്യൻ സഭകൾ വന്നിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഒരുപാട് സ്കൂളുകൾ ഉണ്ടല്ലോ, അതാണ്. യൂണിവേഴ്സിറ്റി കരിക്കുലാസ് റിവൈസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റി കരിക്കുലാസ് റിവൈസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക്സ് ടെസ്റ്റ്, സ്കോളർഷിപ്പ് പോലെയുള്ള സംഭവങ്ങൾ തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. സബ് സ്റ്റാൻഡേർഡ് കോളേജുകൾ, ക്വാളിറ്റി ഇല്ലാത്ത കോളേജുകൾ ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്വാളിറ്റി ഇല്ലാത്ത കോളേജുകൾ ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് പുതിയ കോളേജുകൾക്കുള്ള പെർമിഷൻ കൊടുക്കേണ്ടത് സ്ട്രിക്റ്റ് റൂളുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ലിമിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ ബേസിക്കലി
യൂണിവേഴ്സിറ്റി കരിക്കുലാസ് റിവൈസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ടെസ്റ്റുകളെക്കുറിച്ചും സ്കോളർഷിപ്പുകളെക്കുറിച്ചും എങ്ങനെയായിരിക്കണം പരീക്ഷകൾ നടത്തേണ്ടത്, എങ്ങനെയായിരിക്കണം സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ദെൻ സബ്സ്റ്റാൻഡേർഡ് കോളേജുകൾ ക്ലോഷർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ പുതിയ കോളേജുകൾക്കുള്ള റെക്കഗ്നീഷൻ സ്ട്രിക്റ്റ് റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലിമിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് 1902 റെല്ലി കമ്മീഷൻ. ഓക്കെ, റെല്ലി കമ്മീഷൻ്റെ സജഷൻ ആയിട്ടാണ് ഓക്കെ ഇതൊക്കെ പറയുന്നത്. ദെൻ വി ഹാവ് വാട്ട് വി ക്യാൻ സീ, അതിനെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. കാരണം 1902 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇതിൻ്റെയൊക്കെ റെക്കമെൻഡേഷനൊക്കെ വെച്ചിട്ട് ഗവൺമെൻറ് ഒരു ആക്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ആക്ടിനെയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ട് 1904 ഇത് 1902 ആണ്. ഓക്കെ, സോ ഇത് 1902 തന്നെയാണ്, ആക്ട് ആണ് 1904 വരുന്നത്. ഓക്കെ, 1904 വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ദിസ് ഈസ് ഇറ്റ്, ദിസ് ഈസ് എ Raleigh Commission. This is a Raleigh Commission. Then moving to next commission, Indian Universities Act. Okay, നമുക്ക് അടുത്തതായിട്ടുള്ളതാണ്. ഓക്കെ, വി ഹാവ് സ്ട്രിങ് റൂൾ മീൻസ് കുറച്ചുകൂടി ടഫായിട്ടുള്ള, കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾ ബുദ്ധിമുട്ടേറിയ ക്രൈറ്റീരിയാസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് റെക്കഗ്നിഷൻ. ദാറ്റ്സ് ഇറ്റ്, അതാണ് അതിലുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്. ഓക്കെ, 1904. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ 1902 മാറിയത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പറയുന്നത് ബേസിക്കലി എൻലാർജ്മെൻറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്, യൂണിവേഴ്സിറ്റികളുടെ ഫംഗ്ഷനുകൾ എൻലാർജ് ചെയ്യണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെനറ്റുകളുടെ സൈസ് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സെനറ്റിലേക്കുള്ള എലക്ഷൻ നടത്തണം. അതുപോലെ നേരത്തെ പറഞ്ഞൊരു ആസ്പെക്ട് തന്നെയാണ്, സ്ട്രിക്റ്റർ കണ്ടീഷൻ വേണം ഒരു കോളേജിന് അഫിലിയേഷൻ കൊടുക്കാൻ. ഓക്കെ, കോളേജിന് അഫിലിയേഷൻ കൊടുക്കാൻ സ്ട്രിക്റ്റർ കണ്ടീഷൻ വേണം. ഓക്കെ, കോളേജിന് അഫിലിയേഷൻ കൊടുക്കാൻ സ്ട്രിക്റ്റർ കണ്ടീഷൻ വേണം എന്നുള്ളതാണ് പറയുന്നത്. സോ യൂണിവേഴ്സിറ്റികളുടെ ഫംഗ്ഷൻ കൂടുതൽ എൻലാർജ് ചെയ്യണം, യൂണിവേഴ്സിറ്റി സെനറ്റുകളിലേക്ക് എലക്ഷൻ നടത്തണം, അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ ആസ്പെക്റ്റുകൾ എന്നുള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെനറ്റുകളുടെ സൈസ് കുറക്കണം. ഓക്കെ, യൂണിവേഴ്സിറ്റി സൈസ് കുറക്കണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഫിലിയേഷൻ. ഓക്കെ, യൂണിവേഴ്സിറ്റി സെനറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ്സ് എന്നൊക്കെ കേട്ടില്ല, ടീച്ചർമാരും അല്ലെങ്കിൽ ബാക്കിയുള്ള റെപ്രസെൻറ്റേറ്റീവും ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭരണം കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയാണ് യൂണിവേഴ്സിറ്റി സെനറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ വലുതാക്കണം, അല്ലെങ്കിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഫങ്ഷൻസ്, അവരുടെ പവറുകൾ ഇൻക്രീസ് ചെയ്യണം. അതാണ് ബേസിക്കലി ഇവിടെ എൻലാർജ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻലാർജ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എക്സ്പാൻഷൻ എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് വരുന്നത്. നെക്സ്റ്റ് വി ഹാവ് സാഡ്ലർ കമ്മീഷൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്കുള്ളത് ഓക്കെ സാഡ്ലർ കമ്മീഷൻ എന്നുള്ളതാണ്. ഓക്കെ, സാഡ്ലർ കമ്മീഷൻ. സാഡ്ലർ കമ്മീഷൻ 1917 ആണ്. ഓക്കെ, 1917 ആണ് സാഡ്ലർ കമ്മീഷൻ എന്നുള്ളത്. ശരിക്ക് ഈ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ദിസ് വാസ് ഡൺ ടു ഇൻസ്പെക്ട് ആൻഡ് ഇൻഫോം അബൌട്ട് ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ കൽക്കട്ട യൂണിവേഴ്സിറ്റി. ഓക്കെ, കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ ഫേസ് ചെയ്തിട്ടുണ്ടിരുന്ന ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെന്താണെന്ന് ചോദിച്ചാൽ അത് ഓവറാൾ സജഷൻ വന്ന സമയത്ത് അത് ടോട്ടൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ഓവറാൾ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഉപയോഗപ്പെടുന്ന രീതിയിലേക്കുള്ള സജഷനായി മാറിയപ്പോൾ അത് നാഷണൽ ലെവലിൽ തന്നെ ആ ഒരു കമ്മീഷന് ഐ മീൻ സിഗ്നിഫിക്കൻസ് ഉണ്ടായി, ഇമ്പോർട്ടൻ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അതാണ് വി ഹാവ് സാഡ്ലർ കമ്മീഷൻ. അപ്പോൾ 1917 കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇത്. അപ്പോൾ കൊൽക്കത്ത യൂണിവേഴ്സിറ്റി ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ബേസിക്കലി അതെന്താ പറയുക, അത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, അത് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും ബാധകമായിട്ടുള്ളതാണ് എന്നുള്ള ഒരു ലെവലിലേക്ക് സജഷൻ വാട്ട് വി ക്യാൻ സേ പോയ സമയത്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ വി ഹാവ്
അതിൻ്റെ കമ്മീഷൻസിൻ്റെ ഒരു സജഷൻ ഓൾ ദ ടീച്ചിങ് സ്റ്റാഫ് അതിനെ ഒരു എന്താ പറയുക ഓർഗനൈസ് ചെയ്യണം, എന്നിട്ട് അതിനെ ഫുൾ ഫ്ലെഡ്ജ്ഡ് യൂണിവേഴ്സിറ്റി ആക്കണം. ഒരു സെപ്പറേറ്റ് റെസിഡൻഷ്യൽ ആൻഡ് ടീച്ചിങ് യൂണിവേഴ്സിറ്റി അന്നത്തെ ധാക്കയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഈ ഗവൺമെൻറ് ഇൻ്റർഫറൻസിൽ ഒഫീഷ്യൽ കൺട്രോൾ പോലെയുള്ള കാര്യങ്ങളിൽ ഈ പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളെ ഫ്രീ ആക്കണം. ഓക്കെ, all universities were to be freed from all excessive official controls and government interferences. ഓക്കെ, ഗവൺമെൻറ് ഇൻ്റർഫറൻസസിൽ ഒഫീഷ്യൽ കൺട്രോളിലൊക്കെ ഇതിനെ ഫ്രീ ആക്കണം. ഇതായിരുന്നു മേജർ സജഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെപ്പറേറ്റ് റെസിഡൻഷ്യൽ സെനറ്റ് യൂണിവേഴ്സിറ്റീസ് ടു ബി സെറ്റപ്പ് ഇൻ ഡാക്ക, എക്സസീവ് ഒഫീഷ്യൽ കൺട്രോൾ, ഗവൺമെൻറ് ഇൻ്റർഫറൻസ് ഇൻ അക്കാഡമിക് ആസ്പെക്ട് പോലെയുള്ളത് ബേസിക്കലി എന്താ പറയുക ഒഴിവാക്കണം, കുറക്കണം. അതുപോലെ തന്നെ ഇനീഷ്യലി ഇതൊരു ചെറിയ രീതിയിലുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പവറുകളുള്ള കോഴ്സുകൾ തുടങ്ങുന്നതിലും എല്ലാ ആസ്പെക്റ്റുകളിലും ഇപ്പോൾ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റി, ഫുൾ ഫ്ലെഡ്ജ്ഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയില്ല, എല്ലാ അർത്ഥത്തിലും പവറുകളുള്ള ലിമിറ്റഡ് അല്ലാത്ത പവറുള്ളതാണ് ഫുൾ ഫ്ലെഡ്ജ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അത് പിന്നെ തുടക്കകാലമായതുകൊണ്ട് അന്ന് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ലിമിറ്റഡ് പവർ ആയിരിക്കും ഉണ്ടാവുക. ഇന്ന് പിന്നെ അങ്ങനെ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഫുൾ ഫ്ലെഡ്ജ്ഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറയാം. ഓക്കെ, പിന്നെ ഇത് ഈ ഒരു കമ്മീഷൻ്റെ ഇതിൻ്റെ ഒരു മേജർ റെക്കമെൻഡേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഈ പറയപ്പെടുന്ന പോലെ ഗവൺമെൻറ് ഇൻ്റർഫറൻസ് അക്കാഡമിക് ആസ്പെക്റ്റുകളിൽ ഇല്ലാതിരിക്കുക, ഒഫീഷ്യൽ ഇൻ്റർഫറൻസ് യൂണിവേഴ്സിറ്റി ഭരണത്തിൽ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ യാ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത് മാത്രം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, ഓരോന്ന് മൾട്ടിപ്പിൾ ടൈം നമുക്ക് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ വാട്ട് വി കൻ സേ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം എല്ലാം കൂടി പിന്നെയും ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, ഒന്ന് മറന്നു പോകും. കാരണം ഇതിങ്ങനെ കുറച്ച് റാൻഡം ആയിട്ടുള്ള പേരുകളും റാൻഡം ആയിട്ടുള്ള സംഭവങ്ങളും ആണല്ലോ. ഓക്കെ, പക്ഷേ എഗെയിൻ വാട്ട് വി കൻ സേ ഇത് മൾട്ടിപ്പിൾ ടൈം നമ്മളിങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ വർക്ക് വെൽ. ഓക്കെ, അത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായിട്ട് വർക്ക് ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ യാ, നെക്സ്റ്റ് വി ഹാവ് ആഫ്റ്റർ സാഡ്ലർ കമ്മീഷൻ. ഓക്കെ, ആഫ്റ്റർ സാഡ്ലർ കമ്മീഷൻ വി ഹാവ് ഹാർട്ടോ കമ്മീഷൻ. ഇയർ നോക്കുക. ഓക്കെ, ഇയർ നോക്കുക. ഇയർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇയറും എക്സാമിന് ചോദിക്കാറുണ്ട്. ഹാർട്ടോ കമ്മീഷൻ, ഹാർട്ടോ കമ്മിറ്റി എന്ന് പറയപ്പെടുന്നുണ്ട്. 1929 ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാർട്ടോ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് പ്രൈമർലി ഫോക്കസിങ് ഓൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഓക്കെ, പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആസ്പെക്റ്റിലേക്കുള്ള ആ ഒരു സംഭവം, ഈ ഒരു ഹാർട്ടോ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. ഹാർട്ടോ കമ്മീഷൻ്റെ കീ റെക്കമെൻഡേഷൻ എന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഈ പറയുന്നതാണ്. ദാറ്റ് ഈസ് government should be in charge of primary school control and inspection. It stated that primary school should last. Okay, പ്രൈമറി സ്കൂൾ കൺട്രോളിൻ്റെയും ആൻഡ് ഇൻസ്പെക്ഷൻ്റെയും ഒക്കെ ചാർജ് ഗവൺമെൻറ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്രൈമറി സ്കൂളുകൾ 4 വർഷത്തേക്കായിരിക്കണം ഉണ്ടാവേണ്ടതെന്ന് പറയുന്നുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിയും അവരുടെ ലൊക്കേഷൻ അനുസരിച്ചുമുള്ള രീതിയിലേക്കായിരിക്കണം എന്താ പറയുക അവരെ ഈ കരിക്കുലം ടൈം ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടൈലർ ചെയ്യേണ്ടത്, ഫോർമുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ടീച്ചേഴ്സിന് റീഫ്രഷർ കോഴ്സുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളും വേണമെന്ന് പറയുന്നുണ്ട്. ഹാർട്ടോ കമ്മീഷൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് സ്കൂൾ ഇൻസ്പെക്ഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, സ്കൂൾ ഇൻസ്പെക്ഷൻസ് കൂട്ടണം ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് പറയുന്നുണ്ട്. ദെൻ അഡൽട്ട് എഡ്യൂക്കേഷൻ, മെഡിക്കൽ കെയർ, റീക്രിയേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഈ പറയപ്പെടുന്ന സ്കൂളുകളുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ട് തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു ആസ്പെക്റ്റും ഹാർട്ടോ കമ്മീഷൻ പറയുന്നുണ്ട്. ഓക്കെ, ഒരു ആസ്പെക്റ്റും ഹാർട്ടോ കമ്മീഷൻ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പ്രൈമറി സ്കൂൾ കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ 4 years ആയിരിക്കണം, അതുമായിട്ട് മാച്ച് ചെയ്യുന്നവരായിരിക്കണം. റീഫ്രഷർ കോഴ്സസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിരിക്കണം. ഓക്കെ, സ്കൂൾ ഇൻസ്പെക്ഷൻ ഡെഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ദെൻ വി ഹാവ് അഡൽട്ട് എഡ്യൂക്കേഷൻ, മെഡിക്കൽ കെയർ, റീക്രിയേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ബേസിക്കലി ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് കൂടിയിട്ടുള്ള ഒരു പ്രൊവിഷനായിട്ട് സ്കൂളുകൾ മാറണം എന്നുള്ളതാണ്.
ഉള്ളൊരു ആസ്പെക്ട്. നെക്സ്റ്റ്, ഓക്കെ. ഈ ഓരോ കമ്മീഷന്റെയും റെക്കമെൻഡേഷൻ ഓർത്തു വെക്കാൻ ടെക്നിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഒന്ന്, നമ്മളിത് കുറേ തവണ റിവൈസ് ചെയ്യും. രണ്ട്, നമ്മൾ ഇത് ആദ്യം ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക, ജസ്റ്റ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിന്റെ റിവിഷൻ ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി കമ്പയർ ചെയ്തിട്ട് ഇതുള്ളത് അതായിരുന്നു, അതുള്ളത് അതായിരുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങളും കാണേണ്ടത് ദിസ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ടിങ്. ഓക്കെ, ഇത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു പഠനമായിട്ടാണ് കാണേണ്ടത്. ഓക്കെ, എല്ലാം അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. ട്രിക്സ് എന്നുള്ളതിനേക്കാളേറെ റിവൈസ് ചെയ്യുക. ഈ ചില സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനം, ഇപ്പോൾ ഇൻസ്പെക്ഷൻ ഹാർട്ടോ കമ്മീഷൻ, ഓക്കെ, കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ ആസ്പെക്റ്റിലേക്ക് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ കുറെ കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം ഇത് റെക്കമെൻഡേഷൻ കോഡ് ഇട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോഡ് ഇടുകയൊക്കെ ചെയ്യാം. ഒരു 5-10 കമ്മീഷൻ ഇങ്ങനെ ഉണ്ട്, ഇനി അപ്പുറത്ത് ഒരു 5-8 വേറെ ഉണ്ട്. അപ്പോൾ ഒരു 10-20ന്റെ കോഡുകളും ഇറ്റ് വിൽ നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പം അത്ര വർക്കൗട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, ഒരു 2-3 കമ്മീഷനൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വർക്കൗട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ ഇതിൽ പലതും അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതല്ല. പിന്നെ ഇതും കോഡ് എന്ന് പറഞ്ഞാലും കുറെ പോയിന്റുകളാണല്ലോ. സ്കൂൾ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കുള്ളതാണ്. സോ ഡോണ്ട് വെറി, നമുക്കെല്ലാം കൂടി സെറ്റാക്കാം. ഓക്കെ, ദെൻ വി ഹാവ് സാർജൻ കമ്മീഷൻ. ഓക്കെ, 1944-ലുള്ളതാണ് സാർജൻ കമ്മീഷൻ. ഓക്കെ, സാർജൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി എഡ്യൂക്കേഷണൽ റീകൺസ്ട്രക്ഷൻ ഇന്ത്യ എന്നുള്ളതായിരുന്നു. സാർജൻ കമ്മീഷൻ ആണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഇന്ത്യൻ ചിൽഡ്രൻ ഇൻ 6 to 11 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പ് എന്നുള്ളത് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് അത് 6 to 11, 6 to 16 ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് പറയുന്നത് സർജൻ കമ്മീഷൻ ആണ്. ഓക്കെ, ഇൻ 1944. ഓക്കെ, അതുപോലെ തന്നെ 1944 കഴിഞ്ഞിട്ടുള്ള 40 വർഷം കൊണ്ട് 1984 ആവുമ്പോഴേക്കും യൂണിവേഴ്സൽ ലിറ്ററസി, എല്ലാവർക്കും വായിക്കാനും എഴുതാനും ഒക്കെ ഉള്ള ബേസിക് നോളജ് വേണം എന്നുള്ളതായിരുന്നു സാർജൻ കമ്മീഷന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, എലമെൻ്ററി സ്കൂൾ ആൻഡ് ഹൈസ്കൂളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് കോഴ്സുകൾ അബോളിഷ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബേസിക്കലി ഈ രണ്ട് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 40 കൊല്ലം കൊണ്ട് ഇതും, അതുപോലെ 6 to 11 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള കുട്ടികൾക്കുള്ള ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഓക്കെ, കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. ദെൻ വി ഹാവ് അടുത്തതാണ് ഓക്കെ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈമൺ കമ്മീഷൻ നമ്മൾ പറഞ്ഞ പോലെ നമുക്കറിയാവുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. എന്താ പറയുക, യാ ഒരു ഹിസ്റ്ററി ആസ്പെക്റ്റിലേക്ക് പഠിച്ചിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. സൈമൺ കമ്മീഷൻ ഇവിടെ ജസ്റ്റ് പറഞ്ഞെന്താ വെച്ചാൽ സൈമൺ കമ്മീഷനെ കുറിച്ച് ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈമൺ കമ്മീഷൻ ഈസ് എ ടൈപ്പ് ഓഫ് വാട്ട് വി കൻ സേ ഒരു ഓക്സിലിയറി കമ്മിറ്റി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്സിലിയറി കമ്മിറ്റി ആയിരുന്നു സൈമൺ കമ്മീഷൻ. അല്ല, സൈമൺ കമ്മീഷൻ സത്യം പറഞ്ഞാൽ എഡ്യൂക്കേഷനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഓക്സിലിയറി കമ്മിറ്റി. ഓക്സിലിയറി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സപ്ലിമെന്ററി അല്ലെങ്കിൽ ഒരു അഡീഷണൽ സപ്പോർട്ട് ആസ്പെക്റ്റിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിലറി കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി ചോദിച്ചിരുന്നു. സൈമൺ കമ്മീഷൻ ഓക്കെ സെറ്റപ്പ് എ കമ്മിറ്റി, ഒരു എഡ്യൂക്കേഷനിൻ്റെ ഭാഗത്ത് മറ്റൊരു കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതൊരു ഓക്സിലറി കമ്മിറ്റി ആയിരുന്നു. ഓവറോൾ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓവറോൾ സിസ്റ്റത്തിന് ഒരു അഡീഷണൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു. ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സൈമൺ കമ്മിറ്റി 1928 ആണ്. ഇവിടെ അത് ഓർഡറിലല്ല എന്ന് പറയാൻ കാരണം അതൊരു എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിട്ട് വന്നല്ല, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് മാത്രമാണ്. യാ 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 ഇനി ജനറൽ ഡൗട്ട് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം, എന്നിട്ട് അവൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജസ്റ്റ് എ മിനിറ്റ്.
Yeah, so UGC വന്നത് ഈ കമ്മീഷനൊന്നായിട്ടൊന്നും ഒരു ബന്ധമില്ല. UGC വന്നത് ഇതിപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്തെ കമ്മീഷൻ അല്ലേ. ഇനി ഇതേപോലെ നമ്മൾ തിരിച്ചടുത്ത കളി കളിക്കാൻ പോകുന്നുണ്ട്. ഇന്ത്യയുടെ കാലത്തെ വന്ന കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, കൊത്താരി കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത സെറ്റ് ഓഫ് കമ്മീഷൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി അതാണ് UGC ആസ്പെക്റ്റിലേക്ക് വരുന്നത്. അത് ആ സമയത്ത് നമ്മളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇത് പറഞ്ഞ പോലെ കുറച്ചൊരു ഓർത്തു വെക്കാൻ ചെറിയൊരു പണിയാണ്. പക്ഷെ അത് നമ്മൾ കുറേ ഇങ്ങനെ നമ്മൾ പഠിക്കും, കുറേ ഇങ്ങനെ റിവൈസ് ചെയ്യും, കുറേ ആസ്പെക്റ്റിലേക്ക് നോക്കും. നമ്മൾ ലേറ്റസ്റ്റ് എക്സാമിനൊക്കെ കുറച്ചുകൂടി പോയിന്റുകളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ട് സെറ്റ് ആക്കും. ഡോണ്ട് വറി. ഞാൻ പെട്ടെന്ന് സ്പീഡിലൊന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. മക്യുലായ് മിനിറ്റ്സ് ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം. ഓക്കെ, ഇന്ത്യൻ ട്രഡീഷൻ സിസ്റ്റം തീരെ പോരാ, സയൻസും വെസ്റ്റേൺ ലിറ്ററേച്ചറൊക്കെ പഠിപ്പിക്കണം. ഗുഡ്സ് ഡിസ്പാച്ച്, വെർണാക്കുലർ ലാംഗ്വേജുകൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ, ഹയർ എഡ്യൂക്കേഷനിൽ ഇംഗ്ലീഷ് കൊണ്ടുവരണം. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഗവൺമെൻറ് സ്കൂളുകൾ വേണം. ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മോഡൽ ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും സ്കൂളുകൾ വേണം. 80-54 ഫീമെയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം. വെർണാക്കുലർ ലാംഗ്വേജുകൾ പ്രൊമോട്ട് ചെയ്യണം. ടീച്ചർ ട്രെയിനിങ് ആസ്പെക്ട് വേണം. ഹണ്ടർ കമ്മീഷൻ, ഓക്കെ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആസ്പെക്റ്റിലേക്കുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആസ്പെക്റ്റിലേക്ക് അത് കൊണ്ടുപോകണം. ഗവൺമെൻറ് ഫണ്ടുകൾ കൊടുക്കണം, നോൺ ഗവൺമെൻറ് കോളേജുകൾക്കും കൊടുക്കണം, പ്രൈവറ്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കണം, അതിന് ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യക്കാർക്ക് തന്നെ കൊടുക്കണം, ഇൻഫ്രാസ്ട്രക്ചറിന് ഫണ്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ദെൻ റെലി കമ്മീഷൻ 1902 ആണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കരിക്കുലർ റിവൈസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അക്കാഡമിക് ടെസ്റ്റ്, സ്കോളർഷിപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ക്ലോഷർ ഓഫ് സബ്സ്റ്റാൻഡേർഡ് കോളേജുകൾ പറയുന്നുണ്ട്. ഓക്കെ, ന്യൂ കോളേജുകൾക്ക് സ്ട്രിക്റ്റ് റൂളുകളെ കുറിച്ച്, വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലിമിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലൊക്കെ വരുന്ന ആക്ടാണ് 1904 ആക്ട് എന്ന് പറയുന്നത്. സോ വി ഹാവ് എൻലാർജ്മെൻറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സെനറ്റുകൾ സൈസ് റിഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എലക്ഷൻ ടു ദ സെനറ്റ് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ സ്ട്രിക്റ്റർ കണ്ടീഷൻ ഫോർ അഫിലിയേഷൻ ഓഫ് കോളേജസ് സാധനങ്ങൾ പറയുന്നുണ്ട്. സാഡൽ കമ്മീഷൻ വരുമ്പോൾ കൽക്കട്ട യൂണിവേഴ്സിറ്റി ഫുൾ ഫ്ലെഡ്ജഡ് ആക്കുക, റെസിഡൻഷ്യൽ ദാഖിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, എക്സസീവ് ഗവൺമെൻറ് കൺട്രോളൊന്നും ബാക്കിയുള്ള ഇന്നൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഹാർട്ടോ കമ്മീഷൻ പറയുമ്പോൾ ഇൻസ്പെക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പ്രൈമറി സ്കൂൾ കൺട്രോൾ ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യണം, പ്രൈമറി സ്കൂൾ ലാസ്റ്റ് ഇയറിലേക്ക് ആയിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് എഫിഷ്യൻസി ഓഫ് സ്കൂൾ ഇൻസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യണം, സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് റിഫ്രഷർ കോഴ്സുകൾ വേണം, ട്രെയിനിങ് പ്രോഗ്രാമുകൾ വേണം. സാർജൻറ്റ് കമ്മീഷൻ വരുമ്പോൾ അതൊരു 6 to 11 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ലിറ്ററസി 40 വർഷമാകുമ്പോഴത്തേനുള്ള ഒരു ആസ്പെക്റ്റുകൾ ഓക്കെ പറയുന്നുണ്ട്. സോ സൈമൺ കമ്മീഷൻസ് കൺസിഡർ ടു ബി an auxiliary committee. So this is it. Yeah, this is just a speed revision. Okay, speed revision എന്നുള്ള ആസ്പെക്റ്റിലാണുള്ളത്. Any doubt? So that we'll move into this.